കഴിഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡി ആവുക എന്നുള്ളതാണ്. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വേഗം ആയിരിക്കും റെഡിയാവുക. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജനക്കണ്ണാടി, അക്ഷരപ്പൂവിൻ തേൻകുടമാണോ സുന്ദരി പെണ്ണാടി, മഴവില്ലിൻ്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ. കൺസീലർ വെച്ചിട്ട് ഞാൻ എൻ്റെ മുഖത്തുള്ള ഡാർക്ക് മാർക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ചിന്നിലും ലിപ്പിൻ്റെ താഴെയായിട്ടാണ് എനിക്ക് കൂടുതൽ ഡാർക്ക് മാർക്സ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ ഫേസ് കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ എൻ്റെ മുഖത്ത് എത്രത്തോളം പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ലെങ്തി വീഡിയോ ഞാൻ ചെയ്യാം. എങ്ങനെയാണ് ഞാൻ ആ ഒരു ജേണി, അതായത് എനിക്ക് ഒരുപാട് പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഫേസ് നിറച്ചും നെറ്റി, നോസ്, ഈ ചിന്നിൻ്റെ ഈ ഭാഗം എല്ലാം പിമ്പിൾസ് ആയിരുന്നു കേട്ടോ. ഫുൾ പിമ്പിൾസ് ആയിരുന്നു. സോ അതൊന്നും ഞാൻ ഇങ്ങോട്ടേക്ക് എത്താൻ പെട്ട പാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഡോക്ടറിനൊക്കെ കാണിച്ചു, ഒന്നും നടന്നില്ല. അവസാനം ഞാൻ തന്നെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തിട്ടാണ് ഞാനിവിടെ ഇത്രയും ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഞാനിതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോഴും പിമ്പിൾസ് കുറവൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പണ്ടത്തെ എൻ്റെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ എൻ്റെ പിമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. അത്രയധികം പിമ്പിൾസ് ആയിരുന്നു എനിക്ക്. അധികം ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് കണ്ണിനടിയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം എനിക്കങ്ങനെ വലിയ ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രശ്നമില്ല. കാരണം ഞാൻ നന്നായി ഉറങ്ങാറുണ്ട് മീൻസ് 1 മണിക്കൂർ ഉറങ്ങുന്നല്ല, ബട്ട് എനിക്ക് ഇനഫായിട്ടുള്ള ഒരു ഉറക്കം ഞാൻ ഒരു 6 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങാറുണ്ട് ഡെയിലി. അത് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫേസിൽ അധികം ഡാർക്ക് സർക്കിൾസ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അടിച്ച പോലെ ഉണ്ടാവും. ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡല്ല, ഇതെനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്ററാണ്. പക്ഷെ എന്നാൽ പോലെ എൻ്റെ സ്കിന്നിന് ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഒരുപാട് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിച്ച പോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തേച്ച് പരത്താൻ പാടില്ല, ഡാബ് ചെയ്ത് കൊടുക്കണം വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. വലിയ പൊട്ടിയിട്ട പോലെ ഒരു ഇതുണ്ടാവില്ല, നല്ലൊരു ഫിനിഷിങ് കിട്ടും നമുക്ക്. സോ അപ്പോൾ മാക്സിമം ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ എന്നിടുമ്പോഴും നമ്മളുടെ നെക്കും ചെവിയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ് ഒരു കളറ്, നെക്ക് വേറെ കളറ്, ചെവി വേറെ കളറൊക്കെ ആയിപ്പോവും. നെക്സ്റ്റ് ഞാൻ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സെറ്റിംഗ് പൗഡറൊന്നും ഇല്ല, അപ്പോൾ സാധാരണത്തെ പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മേക്കപ്പ് സാധനങ്ങളിൽ ഞാൻ പൈസ ചിലവാക്കാറില്ല, പക്ഷെ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫൗണ്ടേഷനും ഐലൈനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങളായിട്ടുള്ളൂ, അല്ലാതെ കുറേ സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിടുമ്പോൾ തന്നെ എനിക്ക് എന്നെ ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ മേക്കപ്പ് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. ഐലൈനർ ഞാൻ ഇത് നോക്കി എഴുതിക്കാൻ എനിക്ക് ശരിയാവില്ല, ഞാനപ്പോൾ എന്തായാലും കണ്ണാടി നോക്കി എഴുതിയിട്ട് വരാം. അപ്പോൾ ഞാൻ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണ് ഞാൻ അത്യാവശ്യം നീട്ടിയിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. കാരണം അല്ലാതെ ഈ കണ്ണ് ചെറുതായി പോലെ തോന്നും. ഒന്നാമത് എൻ്റെ കണ്ണ് കുറച്ച് ചെറുതാണ്, അപ്പോൾ ഞാൻ കണ്ണും കൂടി വലുതായിട്ട് എഴുതി കൊടുത്തില്ലെങ്കിൽ കണ്ണ് ചെറുതായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ആ കണ്ണ് എഴുതി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ, ആ കണ്ണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ. സോ അതാണ് കണ്ണ് എഴുതുന്നതിൻ്റെ ബെനിഫിറ്റ്. ഇപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വരാം കേട്ടോ. ഹെയർ എങ്ങനെ ഞാൻ കിട്ടുമെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല, ബട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രഞ്ച് ബ്രൈഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതെനിക്ക് നന്നായി തോന്നാറുണ്ട് എൻ്റെ ഫേസിന്. സോ അതൊന്ന് ഞാൻ കെട്ടി നോക്കട്ടെ.
അപ്പോൾ ഒരു സൈഡ് ഞാനിതാ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു സൈഡും കൂടി ഞാൻ കെട്ടട്ടെ. അങ്ങനെ ഞാൻ 2 ഭാഗവും ഫ്രഞ്ച് ബ്രൈഡൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. സോ നമുക്കിനി ഫ്രണ്ടിലോട്ട് മുടി വിടുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒരു ഭംഗി തോന്നും. സോ ഇനി ഇയറിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് എൻ്റെ സാധാരണ ഇടുന്നതല്ല, അല്ലാതെ കുറച്ചുകൂടെ ഒക്കേഷണലി ഇടുന്ന പോലത്തെ ഇയറിങ്സ് ആണ് ഇതിൽ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂസ് ചെയ്യാൻ ഏത് ഇയറിങ്സ് ഇടണം. എനിക്ക് ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ അധികം ജ്വല്ലറീസിൽ വാങ്ങുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇയറിങ്സ് മാത്രമാണ് കേട്ടോ. ഇയറിങ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫൈനലി ഈ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ആകുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് കളറൂടെ, സെയിം കളർ ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ വൈറ്റും താഴെ വേറൊരു ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഇത് പെയർ ചെയ്യാം. എന്നിട്ടിപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫൈനലിയാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. കൊള്ളാലോ. ഒരു കയ്യിൽ ഞാൻ ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് മതി. ഒരു സെയിം ഷെയ്ഡിൽ വരുന്ന വളയാണ് കേട്ടോ. അപ്പോൾ ഈ കയ്യിൽ ഈ വള ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചേച്ചീൻ്റെ മാരേജിന് വാങ്ങിയ വളയാണ്. ഷാനു ഗിഫ്റ്റ് ചെയ്ത റിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇന്ന് വെയർ ചെയ്യാം. നല്ല രസമാണ്. എനിക്ക് ഈ റിങ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുള്ളൊരു സ്റ്റോൺ വരുന്ന റിങ്ങാണ് കേട്ടോ. സോ ഇപ്പോൾ ഈ റിങ്ങും കൂടി ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടാട്ടത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. കുറച്ചിട്ടാൽ മതി. ഒരുപാടാവുന്നത് ഇഷ്ടമല്ല ലിപ്സ്റ്റിക്ക്. പൊതുവെ ലിക്വിഡ് ആകുമ്പോൾ കുറച്ചിട്ടാൽ തന്നെ നല്ലൊരു സ്റ്റോൺ ബിന്ദി ഇവിടെ നോക്കിയെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, തപ്പിയിട്ട് കാണുന്നില്ല. അപ്പം എന്തായാലും ഐലൈനറും വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ബിന്ദിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. നന്നായിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.